പെട്രോൾ പമ്പുകളിൽ പുകവലി പാടില്ല. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ എൻജിൻ ഓഫ് ചെയ്യണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമുക്ക് പെട്രോൾ പമ്പുകളിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളല്ല. ഇവിടെ എത്തുന്ന ജനങ്ങളുടെയും പെട്രോൾ പമ്പിൻ്റെയും പരിസരവാസികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തീപ്പൊരി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അണയ്ക്കാൻ വേണ്ടിയുള്ള അഗ്നിശമന സംവിധാനങ്ങളെല്ലാം തന്നെ പമ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷയാണ് ഇന്ധനം വിൽക്കുന്ന ഇടങ്ങളിലെ പ്രധാന കാര്യം. ഒരു പഴുതുപോലും ഇല്ലാത്ത സുരക്ഷ ഒരുക്കിയാലേ പെട്രോൾ പമ്പുകൾക്ക് അനുമതി ലഭിക്കൂ. നിശ്ചിത ഇടവേളകളിൽ സുരക്ഷ കൃത്യമായി പരിശോധിക്കുകയും വേണം. പെട്ടിക്കടകളിലും വഴിയോരങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇന്ധന വിൽപ്പന വരുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഉൽപ്പന്നമാണ് ഇന്ധനങ്ങൾ. അത് ഇങ്ങനെയൊക്കെ അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ചിലർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പരിണതം അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ കയ്യിൽ നിൽക്കുന്ന സംഭവമല്ല. പെട്രോളൊക്കെ അറിയാം, ആ പ്രദേശം തന്നെ നശിക്കാൻ സാഹചര്യം വരും. അതുകൊണ്ട് അധികൃതർ ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആൾക്കാരുടെ ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഗവൺമെൻറ്റിനും എക്സ്പ്ലോസീവ് കൺട്രോളർക്കും കൊടുത്ത കത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്ഥിതി ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അനധികൃത ഇന്ധന വിൽപ്പന കേന്ദ്രങ്ങളിലെ അവസ്ഥ കണ്ടില്ലേ? ചായക്കടയ്ക്കുള്ളിലെ വലിയ കലത്തിലേക്ക് ഒരു തീപ്പൊരി വീണാൽ മതി, പ്രദേശമാകെ കത്തിയമരും. തമിഴ്നാട്ടിലെ പമ്പുകളിൽ നിന്നാണ് ഇന്ധനം എത്തിക്കുന്നതാണ് അനധികൃത ഇന്ധന വിൽപ്പനക്കാരുടെ ഭാഷ്യം. ഇത്രയും വലിയ തോതിൽ ഇന്ധനം അതിർത്തി കടന്നെത്തിക്കുമ്പോൾ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തം. ഇപ്പോൾ കടന്നുപോയത് തമിഴ്നാട് വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റിന് മുന്നിലൂടെയാണ്. അതിനുള്ളിൽ ഒരു ഉദ്യോഗസ്ഥൻ പോലുമില്ല, യാതൊരു പരിശോധനയുമില്ല. കേരള സംസ്ഥാന വനംവകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ചെക്ക് പോസ്റ്റിൽ 2 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. എന്നാൽ അവർ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഒന്ന് തടഞ്ഞു നിർത്താനോ പരിശോധിക്കാനോ തയ്യാറായില്ല. ഞങ്ങൾ നേരത്തെ വാങ്ങിയ ഡീസൽ ഇപ്പോഴും ഈ വാഹനത്തിനുള്ളിൽ തന്നെ ഉണ്ട്. അതിർത്തി കടന്ന് കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളിൽ നിന്ന് ഡ്രൈവർമാർ ഇന്ധനം ഊറ്റി കച്ചവടക്കാർക്ക് നൽകുന്നുണ്ട് എന്നും സൂചനയുണ്ട്. തമിഴ്നാട് അതിർത്തിയിൽ മാത്രമല്ല, കർണാടക മാഹി അതിർത്തികളിലും സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കേരളത്തെ അപേക്ഷിച്ച് കർണാടകയിൽ 1 ലിറ്റർ ഇന്ധനത്തിന് 12 രൂപ കുറവാണ്. ഈ വിലക്കുറവ് മുതലെടുത്തും വൻതോതിൽ കേരളത്തിലേക്ക് അതിർത്തി കടന്ന് ഇന്ധനം എത്തിക്കുന്നുണ്ടെന്നാണ് സൂചന. 2 ലിറ്റർ ഡീസലാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. 2 അല്ല 20-30 ലിറ്റർ ഡീസൽ തരാമെന്നാണ് കടക്കാരൻ്റെ ഉറപ്പ്. പക്ഷേ കയ്യിൽ ലഭിച്ച ഡീസൽ ആണോ അല്ലെങ്കിൽ അത് മണ്ണെണ്ണയാണോ എന്നറിയില്ല. അതുകൊണ്ട് ഈ വണ്ടിയിൽ അത് ഉപയോഗിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ അനധികൃതമായി ഇന്ധനം വിറ്റ് കൊള്ളലാഭം കൊയ്യുന്നവർ ഓർക്കുക, നിങ്ങൾ ഇല്ലാതാക്കുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷ കൂടിയാണ്. ക്യാമറമാൻ ഷനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.